AJ ഫ്രാൻസിസ് എന്ന നാട്ടുകാരുടെ എല്ലാം ഡോക്ടർ അപ്പച്ചൻ ഈ നെടുങ്കണ്ടത്ത് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതിനുശേഷം ഈ നെടുങ്കണ്ടത്തെ ഈ പൊതുപ്രവർത്തന രംഗത്ത് അങ്ങയുടെ ഒരു കയ്യൊപ്പ് ചേർത്താത്ത ഒരു വികസന പ്രവർത്തനങ്ങളുമില്ല. അപ്പോൾ ഏത് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം ഏത് ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ വന്നത്? നെടുങ്കണ്ടത്ത് വന്നത് 1964 64 ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് നേഴ്സിങ്ങും കമ്പൗണ്ടിങ്ങും മിഡ്വൈഫറിയും പഠിച്ചു. അന്ന് നേഴ്സിങ്ങും കമ്പൗണ്ടിങ്ങും മിഡ്വൈഫറിയും പഠിച്ചവർക്ക് RMB രജിസ്ട്രേഷൻ കിട്ടും, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റെ ഒരു കൂടുതൽ പഠിച്ച ഒരാൾ ഇവിടെ വന്ന് സ്വന്തമായിട്ട് അയാളൊരു ഡിസ്പെൻസറി തുടങ്ങി. ആ ഡിസ്പെൻസറി തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പം ഞാനന്ന് മേലോരം എസ്റ്റേറ്റിൽ, പൊട്ടക്കുളങ്ങാരുടെ മേലോരം എസ്റ്റേറ്റിൽ ഞാൻ എസ്റ്റേറ്റ് ഡോക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീട്ടിൽ നിന്ന് രാവിലെ പോവാം, ഉച്ച ചോറിനിറാകുമ്പോൾ തിരിച്ചു വരികയും ചെയ്യാം, ഉച്ച വരെയുള്ള വർക്കുള്ളവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം, അവന് എവിടെയോ പോകാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് എസ്റ്റേറ്റിൽ നിന്ന് വിട്ടിട്ട് പോരാൻ, അപ്പോൾ അവിടെ വേറെ ഡോക്ടറും കൂടെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയാൾ നിർബന്ധിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ അയാൾ പാക്ക് ചെയ്തു പോയി, ബാഗെല്ലാം എടുത്തു. അപ്പം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മരുന്നുകളൊന്നുമില്ല, ആശുപത്രി ഉപകരണങ്ങളില്ല. നാട്ടിൽ ഞാൻ ഇയാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വൈകിട്ടത്താക്കിയായപ്പം നെടുങ്കണ്ടത്തുള്ള ജൗളിക്കടക്കാർ, പന്തളം കടക്കാർ, പിന്നെ പലചരക്ക് കടക്കാർ, പിന്നെ സ്റ്റേഷനറി കടക്കാർ, ചിട്ടിക്കാർ, ഇങ്ങനെ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഇച്ചിരി പൈസ കിട്ടാറുണ്ട്. എന്നാ ചുരുക്കി പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പം അവൻ വരുവാന്ന് വരട്ടെ, വരുന്നേരം വരെയുള്ള കാര്യം ഞാൻ നോക്കാമെന്ന്. ഏതായാലും അയാൾ ആ പോയ പോക്ക് പോയി, ഇനി വന്നിട്ടില്ല. ഞാൻ തുടർന്ന് ഡിസ്പെൻസറി തുടങ്ങി, മരുന്നൊക്കെ എടുത്ത് എല്ലാം തുടങ്ങി. സാമാന്യം നന്നായിട്ട് പേഷ്യൻസ് ഇവിടുന്ന് പാമ്പാടമ്പാറ എസ്റ്റേറ്റ് തൊട്ട് ഇവിടുത്തെ മുഴുവൻ എസ്റ്റേറ്റിൽ പ്രാക്ടീസ്, പിന്നെ അല്ലാത്തവരുടെ പ്രാക്ടീസെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ ഒരു അപകടമോ ഒരു ബുദ്ധിമുട്ടോ ആർക്കും വന്നിട്ടുമില്ല. സാറ് നെടുങ്കണ്ടത്ത് വന്നതിന് ശേഷം ഈ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമായി ഇടപെടുന്നത് ഏത് വിഷയത്തിലാണ്? എങ്ങനെയാണ് അതിനൊരു സാഹചര്യം ഉണ്ടായത്? 1970 ഇവിടുത്തെ ഏലകൃഷിക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഞങ്ങളൊരു സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഇവിടുത്തെ ഏല കർഷകരെല്ലാം കൂടെ പോയി അവിടുത്തെ സമരം കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഞങ്ങളിവിടെ എത്തിയിരുന്നത്. പിറ്റേ ദിവസം വെളുപ്പിനെ ഇവിടെ എത്തി കഴിഞ്ഞപ്പം നെടുങ്കണ്ടത്ത് പടിഞ്ഞാറേ കാല തൊട്ട് കിഴക്കേ കാല വരെ റോഡ് കൂടെ കണ്ട് തിളങ്ങുന്നു. വെളുന്നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇതെന്നെ തിളങ്ങുന്നതൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളെന്തായാലും പടിഞ്ഞാറേ കാല വന്നിറങ്ങിയപ്പോഴത്തേന് ഉപ്പായിരുന്നു ഇത് മുഴുവൻ. ഈ നെടുങ്കണ്ടം ടൗണിലെ കടകളിലെല്ലാം സൂക്ഷിച്ചിരുന്ന ഉപ്പ്. അന്ന് ഇത് കണ്ടിട്ട് ഞാൻ മരച്ചൻ്റെ ഇവിടുത്തെ കടക്കാരോട് നമ്മളിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇത് നമുക്ക് കൂട്ടായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കണം. അതുകൊണ്ട് വൈകുന്നേരം ഒരു മീറ്റിംഗ് നെടുങ്കണ്ടം തൻ്റെ വീട്ടിൽ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കൂടി. നെടുങ്കണ്ടം മർച്ചൻ്റ് അസോസിയേഷൻ ഇതിന് രൂപം കൊടുത്തു. ആ മർച്ചൻ്റ് അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു ഞാൻ. പാരിസ് മാമ അതിൻ്റെ സെക്രട്ടറി. മർച്ചന്റ് അസോസിയേഷൻ വന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നെടുങ്കണ്ടത്തിന്റെ പൊതുവായ ഒരു വികസനം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സ്വന്തമായ കുറെ കടകളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇടവില്ല. അതിനെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടത്ത് അന്ന് KSRTC ബസ്സില്ല. ആ കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനൊരു തിരുവനന്തപുരത്തിന് പോയി. അന്ന് KM ജോർജൻ മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയായിരുന്നു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി. അങ്ങേരോട് പറഞ്ഞ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ബസ് കോട്ടയത്തു നിന്ന് കുമളി വഴി ഇവിടെ വന്നു. അങ്ങനെയാണ് ആദ്യം നിലങ്ങനെ വരുന്നത്. ആ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ബസ് വന്നപ്പോൾ തിരിക്കാൻ സ്ഥലമില്ല. വരുന്ന ബസ് കിഴക്കേ കാവൽ വരെ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്നത് പടിഞ്ഞാറേ കാവലിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടുത്തെ ലോഡിങ്ങുകാർ എല്ലാം കൂടെ കൂട്ടി
വണ്ടി തിരിക്കാനുള്ളൊരു ചെറിയ സൗകര്യം ഉണ്ടാക്കി. അതാണ് ഇപ്പം കാണുന്ന വികസന സമിതി സ്റ്റേജ്. അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മാർക്കറ്റ് ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അന്ന് നെടുങ്കണ്ടത്തുണ്ടായിരുന്ന ചെല്ലന്തർ തോമച്ചൻ, പടിഞ്ഞാറ് വിട്ടാച്ചൻ, ഏലക്കാ രാജു ഇവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് CPIയുടെ മന്ത്രിയായിരുന്നു ജേക്കബ് ആശാൻ. അതുകൊണ്ട് കല്ലാറ് കൃഷ്ണൻ നായരെ ഇവിടെ സമിതി കൂട്ടി ഞങ്ങൾ ജേക്കബ് ആശാനെ തിരുവനന്തപുരത്ത് പോയി കണ്ട് ഇങ്ങനെ മാർക്കറ്റിന് സ്ഥലം വേണമെന്ന് പറഞ്ഞു. മാർക്കറ്റിന് സ്ഥലം അനുവദിച്ചു. ജേക്കബ് ആശാൻ തന്നെ വന്ന് ആനയെ കയറ്റി മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ പ്രദേശമൊക്കെ. നമുക്ക് ഈ നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല പഞ്ചായത്ത് വിഭജിച്ച് നമുക്ക് നെടുങ്കണ്ടത്തൊരു പഞ്ചായത്ത് ആരംഭിക്കണമെന്ന് പറഞ്ഞു. അത് അപ്പച്ചൻ സാറ് മുൻകൈ എടുത്താൽ മതി, ഞങ്ങളെല്ലാം കൂടെ സഹകരിച്ചേക്കാമെന്ന് പറഞ്ഞു. KP നാരായണപിള്ളയാണ് അന്ന് ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു നല്ല മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് ചെന്ന് ഞാൻ ചെന്ന് പറഞ്ഞിങ്ങനെ ആ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം അവരോട് പറഞ്ഞേരെ ഒരു പ്രമേയം പാസ്സാക്കിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രമേയം പാസ്സാക്കി. വർഷമൊക്കെ എത്രയാണെന്ന് കൃത്യം ഓർക്കുന്നില്ല. ഏതായാലും നെടുങ്കണ്ടം പഞ്ചായത്ത് അനുവദിച്ച് നെല്ലരി അപ്പാപ്പൻ്റെ കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഫങ്ഷൻ ചെയ്ത് വേറെ സ്ഥലം കെട്ടിടം സൗകര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നെടുങ്കണ്ടം പഞ്ചായത്ത് ഉണ്ടായി. സാറേ, ഈ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂൾ വരാൻ, ലേബർ ഓഫീസൊക്കെ വരാനുള്ള അതിലൊക്കെ താങ്കളുടെ ഒരു നിർണായകമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് വരാനുള്ള സാഹചര്യം? പഞ്ചായത്ത് സ്കൂള് ഈ നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ ഉണ്ണിത്താനു എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് മെമ്പറും മറ്റു ഏതാനും പ്രവർത്തകരും അവരൊക്കെ കൂടി ആയിരുന്നു ആദ്യം തടഞ്ഞിരുന്നൊരു കളരി പോലെ ഒരെണ്ണം തടഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഉടുമ്പൻചോല പഞ്ചായത്ത് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഉടുമ്പൻചോല പഞ്ചായത്തിനെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യുക, മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് അവിടെ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ച് 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെയാണ് പഞ്ചായത്ത് സ്കൂൾ ആരംഭിക്കുന്നത്. LP സ്കൂളായിട്ട് ആരംഭിച്ചു. പിന്നീട് അത് UP ആക്കി. അതാണ് പഞ്ചായത്ത് സ്കൂളിൻ്റെ കാര്യം. അന്ന് അതിന് മുൻകൈ എടുത്തത് ഞാനായിരുന്നു. ഇതെല്ലാം വിളിച്ചു കൂട്ടി ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാം മുൻകൈ എടുത്തിരുന്നത്. അതിന് ശേഷമാണ് ഒരു ഡെപ്യൂട്ടി ലേബർ ഓഫീസിന് വേണ്ടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഒരെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ വർഷങ്ങളായിട്ട്. ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ഉണ്ടെങ്കിൽ കോൺഫറൻസ് വിളിക്കാം, തൊഴിലാളികളുടെ മാനേജ്മെൻറ്റ് കോൺഫറൻസ് വിളിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഒരു ലേബർ ഓഫീസിന് വേണ്ടി ശ്രമിച്ചു. അത് ഗവൺമെൻറ് പോയി സമ്മർദ്ദം ചെലുത്തി മെമ്മോറണ്ടം കൊടുത്തു. അങ്ങനെ അനുവദിച്ച് കിട്ടി. ആദ്യത്തെ ഒരു ഡെപ്യൂട്ടി ലേബർ ഓഫീസറിൻ്റെ പ്രവർത്തനം ആദ്യ കാലഘട്ടത്തിൽ നെല്ലരി അപ്പാപ്പൻ്റെ കെട്ടിടത്തിൽ ആണ് ആരംഭിച്ചത്. സാറേ, ഈ ഭൂപണയ ബാങ്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ഞാനൊരു ദിവസം മൂന്നാറ്റിൽ പോയിട്ട് വരുമ്പോൾ മൂന്നാർ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് വന്നപ്പം ഞാൻ കയറി വന്ന ബസ് കേടായിപ്പോയി. ഞാൻ മിക്ക ആളുകളും ബസ്സിൻ്റെ അകത്തിരിക്കാതെ വെളിയിൽ ഇറങ്ങി നിന്നു. ഞാനും റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ചിരുന്ന റേഷൻ ഹോൾസെയിൽ കടയുടെ ഉടമസ്ഥൻ തങ്കയ്യ കാറ് കൊണ്ട് നിർത്തി. അയാൾ എന്നോട് ചോദിച്ചു, നെടുങ്കണ്ടത്തിൻ്റെ അതേന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഒന്നിച്ച് പോയേക്കാം എന്നും പറഞ്ഞ് കയറി. വണ്ടിയെ കയറിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തങ്കയ്യ പറഞ്ഞു, സാറേ, ഭൂപണയ ബാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്, നമുക്കൊന്ന് ശ്രമിച്ചാലും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഇവിടെ കിഴക്കേ കവലയിലെങ്ങാണ്ട് കോട്ടയം ഭൂപണയ ബ്രാഞ്ച് ഇരിപ്പുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം. അയാൾ എന്നിട്ട് പറഞ്ഞു, NK ബാലകൃഷ്ണൻ അയാളായിരുന്നു അന്ന് സഹകരണത്തിൻ്റെയും പിന്നെ ആരോഗ്യത്തിൻ്റെ വകുപ്പ് മന്ത്രി. ബാലകൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണ്, നമുക്ക് ശ്രമിക്കാം, നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ കിഴക്കേ കവലയിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വെളിയിൽ പുൽത്തസടിയിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കുന്നതിനെ പറ്റി അന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. പഴയമ്പള്ളി ദേവസ്വചേട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രായമായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചക്കക്കാനം കുര്യാച്ചൻ, എടപ്പുള്ളിക്കുന്ന കുര്യാച്ചൻ
ഞങ്ങളെല്ലാം കൂടെ ആദ്യം ഒരു ആലോചന വെച്ചിട്ട് പതുക്കെ കിഴക്കേ കവലയിൽ ചെന്ന് കൊച്ചി യൂസഫിനെ കൂട്ടി, പിന്നെ വേറെ കുറച്ച് ആളുകളെല്ലാം കൂടെ കൂട്ടി ഒരു സ്പോൺസറിങ് കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ കൊച്ചി യൂസഫിനെ അന്ന് ഇതിൻ്റെ പ്രസിഡൻ്റാക്കി, ഞാൻ എൻ്റെ കൺവീനറായി. കഴിഞ്ഞ് സംഘം രജിസ്റ്റർ ചെയ്തു. ഞാൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നിലവിലുള്ള ജീവിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തെ മെമ്പർ. അപ്പം മന്ത്രി താലൂക്ക് ആശുപത്രിക്ക് തറക്കല്ലിടാൻ വരുക. അന്നേരത്തിന് സ്ഥലവും സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഈ തറക്കല്ലിടാനുള്ള കല്ല് കുത്തണ്ടേ, അപ്പം വൈറ്റ് മാർബിൾ വേണം. കളക്ടർ ഒരു ഡിമാൻഡൊക്കെ വെക്കുന്നു, വൈറ്റ് മാർബിൾ വേണം. അതേ മാറ്റം അവിടെയൊക്കെ ചെന്ന് കോട്ടത്തെല്ലാം തിരക്കിയിട്ട് എടുത്ത്, പിന്നെ ഒരു ജഡ്ജിയുടെ അമ്മയുടെ കല്ലറയ്ക്ക് മുകളിൽ വെക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു പീസ് ഇത് കിട്ടി. അതിൻ്റെ അകത്ത് മുറിച്ചെടുത്ത് കല്ലറ ഇത് കുത്താൻ കൊടുത്തു കഴിഞ്ഞ് DMOയെ കണ്ടു പറഞ്ഞു, നമുക്കിങ്ങനെ ആശുപത്രി പിന്നെ ജില്ലാ താലൂക്ക് ആശുപത്രി അനുവദിച്ചിരിക്കുകയാണ്. കോട്ടയത്താണ് ഏലിയാമ്മയെന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, അവരാണ് DMO. അവരോട് ഞാൻ പറഞ്ഞു, നെടുങ്കണ്ടത്ത് വരണം, നമുക്ക് സ്ഥലം കച്ചേരി സെറ്റിൽമെൻറ്റിൽ നിന്ന് പിടിക്കാം, ഞാനത് അറേഞ്ച് ചെയ്തോളാം. അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തഹസിൽദാർക്കടുത്ത് ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു തഹസിൽദാർ. ധനഞ്ജയൻ സാറിന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഇരിക്കുന്നു, അതുകൊണ്ട് നമുക്കിങ്ങനെ സ്ഥലം കൊടുക്കണം, മിനിസ്റ്റർ ഇത്രാം തീയതി താലൂക്ക് ആശുപത്രിക്ക് തറക്കല്ലിടാൻ വരുമെന്നത്, അതിനെന്നാ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ഏലിയാമ്മ ഡോക്ടർ DMO വിറ്റോസ് വന്നു. DMO വിറ്റോസ് വന്നിട്ട് പറഞ്ഞു, പിന്നെ 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് നടക്കും, അതുകൊണ്ട് നമുക്കിപ്പോൾ വാങ്ങിക്കുമ്പോൾ 5 ഏക്കർ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെയാണ് ആ ബ്ലോക്ക് ഓഫീസിൻ്റെ പിൻവശത്ത് കിടക്കുന്ന റോഡിൻ്റെ ഒരു കിഴക്കേ സൈഡ് 2.5 ഏക്കർ, വലത്ത് സൈഡ് 2.5 ഏക്കർ, ഇങ്ങനെ 5 ഏക്കർ സ്ഥലം നമുക്ക് കിട്ടി. സാറെ ശരിക്കും ഈ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വരാനും സാറ് ഒരു ഇടപെടൽ നടത്തുന്നു, അങ്ങനെ സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അന്നത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 3 ഏക്കർ സ്ഥലവും താൽക്കാലിക പ്രവർത്തനങ്ങളുടെ കെട്ടിടവും ഫർണിച്ചറും നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു സ്പോൺസറിങ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ജനറൽ കമ്മിറ്റിയാണ്. അവിടുന്ന് 3 ഏക്കർ സ്ഥലം അനുവദിച്ചിരുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും റവന്യൂ മന്ത്രിയും ബേബിജോണ്ടായിരുന്നു. ബേബിജോണിനെ പോയി അങ്ങനെ ഡൽഹിക്ക് വന്നിറങ്ങാണ്. ഒരു ഓഗസ്റ്റ് മാസം 19-ാം തീയതി ക്ലാസ് കാണും, ലാസ്റ്റ് ഡേറ്റാണ് ക്ലാസ് കാണുന്നത്. ഇത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി 15-ാം തീയതിയാണ് പോകുന്നത്. അവിടുന്ന് ഈ മിനിസ്റ്റർ പോകുന്നു, പ്ലെയിനിൽ കയറുന്നു, ഫ്ലൈറ്റ് കയറാനായിട്ട് കാറെ കയറുന്നതിന് മുമ്പ് കാറിലിരുന്ന് ഓർഡർ ഒപ്പിട്ടു. ഒപ്പിട്ട് അങ്ങനെ സ്കൂൾ കിട്ടി. സാറിന് ഇവിടെ സാറിന്റെ വലിയൊരു കോളേജ് അനുവദിച്ചായിരുന്നല്ലോ, അത് പിന്നീട് അത് ME സ്കൂളായി മാറി. അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ഈ കോളേജിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ഞാനാണ് ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി കൺവീനർ നിലയ്ക്ക്. ആരുടെയും സ്ഥലം കാണിക്കാനില്ലായിരുന്നു. സ്ഥലം കാണിച്ചിരിക്കണം, ഇത് നമ്മൾ കോളേജിന് അപേക്ഷിക്കുമ്പോൾ സ്ഥലം കാണിച്ചിരിക്കണം. കൽക്കുന്തലിൽ എനിക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ വെച്ചാണ് കോളേജ് അപേക്ഷിച്ചത്. അപേക്ഷിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോളേജ് എൻ്റെ പേരിൽ AJ ഫ്രാൻസിസ് ഏറത്തെ നെടുങ്കണ്ടം കൽക്കുന്തൽ കോളേജ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ആ കോളേജ് അന്നത്തെ രീതിയിൽ എന്നെ കൊണ്ടൊരു കോളേജ് നടത്താൻ സാമ്പത്തിക ശേഷി ഇരുന്നില്ല. അപ്പോൾ ഞാൻ പല ഏജൻസികളുമായി, വിദ്യാഭ്യാസ ഏജൻസികളുമായി ബന്ധപ്പെടാൻ എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു, ബന്ധപ്പെട്ടു. അത് ഇപ്പോൾ ആർക്കും വേണ്ട. അതിന് ഞാൻ ഡോക്ടർ ഗഫൂറിന് MESൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ഞാൻ ഒരു കത്തയച്ചു, ഒരു ഇല്ലൻ്റെ കത്ത്. ഇങ്ങനെ ഒരു കോളേജ് അനുവദിച്ചിട്ടുണ്ട്, അത് MES ഏറ്റെടുക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങ് അയച്ചു. 3 ദിവസമോ 4 ദിവസമായിട്ട് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വന്നു. MESൻ്റെ ജില്ലാ പ്രസിഡന്റ് കുട്ടിസാഹിബാണ്. കുട്ടിസാഹിബിനെ തൊടുപുഴ പോയി കണ്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ കുട്ടിസാഹിബിനെ കണ്ട് കുട്ടിസാഹിബ് ബന്ധപ്പെട്ടു, വന്നു. തുടർന്ന് കോളേജിൻ്റെ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ കമ്മിറ്റി കൂടി അങ്ങനെ അവർക്ക് വിട്ടുകൊടുത്ത് അങ്ങനെ അവരുടെ MES കോളേജായി അത് പ്രവർത്തനം ആരംഭിച്ചു.
അതിന് വലിയൊരു കമ്മിറ്റി ഒന്നുമില്ല, 2-3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ഞാനായിരുന്നു ഇതിന് ജനറൽ കൺവീനർ. കറസ്പോണ്ടൻസ് മുഴുവൻ ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഇവിടെ അന്ന് പാമ്പാടമ്പാറ വരെ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ സാങ്ഷൻ വേണം ഇവർക്ക്, ഫോൺകാരുടെ സാങ്ഷൻ വേണം ഇലക്ട്രിസിറ്റിക്കാർക്ക്. ഇത് ഇതിങ്ങനെ വലിക്കണമെങ്കിൽ 2 കൂട്ടരും അങ്ങനെ പിടിച്ചിട്ട് വർഷങ്ങളായിട്ട് അങ്ങനെ മത്സരിച്ച് കിടക്കാറുണ്ട്. ഞാൻ ഇവിടെ കൂടി ഒരു സമരം പ്രഖ്യാപിച്ചു. സമര നോട്ടീസ് ഇവർക്കെല്ലാം അയച്ചു. എല്ലാം അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് 2 ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ചൊരു ദിവസം വന്നിവിടെ വന്നിട്ട് കെട്ടിടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിടം ഇവിടെ ടെലിഫോൺ എക്സ്ചേഞ്ചിന് ഇവിടെ ഈ പാടത്തക്കുഴി അപ്പച്ചൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗവും പള്ളിയുടെ ഫെഡറൽ ബാങ്ക് ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം KC ബോർഡിനും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൺസെൻറ്റ് വാങ്ങിച്ചു കൊടുത്തു. 1991 ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ അന്നത്തെ MES കോളേജിലെ പ്രിൻസിപ്പൽ പരിധി സാറും പിന്നെ ജോണിക്കുട്ടി സാറ് ഒഴികെ ജോണിക്കുട്ടി സാറും MJ മാത്യു സാറും ജോണിക്കുട്ടി സാറും MES പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർ 3 കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞു, സാറേ നമുക്കൊരു BEd കോളേജ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടി നമുക്കൊന്ന് ഉത്സാഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് BEd കോളേജോ? അതെ, യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ എന്നാണ് പറഞ്ഞത്. BEd കോളേജ് അല്ല, യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പല കോഴ്സുകൾ തുടങ്ങാം, അത് വരുന്നത് നമുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വൈകിട്ടത്തേക്ക് പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് കൂടിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചപ്പോൾ അല്ല, 3-4 പേരും ഞങ്ങൾ കൂടണ്ടേ. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ കൂടി ഒരു സ്പോൺസറിങ് കമ്മിറ്റി ഉണ്ടാക്കി. അപ്പം സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഡിസംബർ മാസം 22-ാം തീയതി ക്ലാസ് തുടങ്ങിയിരിക്കണം അവസാനത്തെ. ബാക്കി എല്ലായിടത്തും തുടങ്ങി, ബാക്കി എല്ലായിടത്തും 2 മാസമായി, ബാക്കി എല്ലാ BEd സെൻറ്ററും ക്ലാസ് തുടങ്ങിയിട്ട്. അന്നേരം നമുക്കിവിടെ ഇങ്ങനെ ഒരാലോചന വരുന്നു. അന്ന് ഈ പരിസര സിൻഡിക്കേറ്റ് മെമ്പറ. പക്ഷെ പുള്ളിയെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പറയുകയല്ല ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്ന് തന്നെ ഡോക്ടർ ജോസഫിനെ ചെയർമാനാക്കി ഒരു കമ്മിറ്റി എടുത്തു, സ്പോൺസറിങ് കമ്മിറ്റി എടുത്തിട്ട് ഞങ്ങൾ അന്ന് ഉച്ച കഴിഞ്ഞ് പിറ്റേസി ഉച്ചയായപ്പം ഞങ്ങൾ ഇവിടുന്ന് ഡെലിഗേഷൻ നേരെ യൂണിവേഴ്സിറ്റി പോയി. പലയിടത്തും നഴ്സിംഗ് കോളേജുകൾ യൂണിവേഴ്സിറ്റി സെൽഫ് ഫൈനാൻസ് കോളേജായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് കോട്ടയത്ത് പോയി രജിസ്ട്രാറെ പിന്നെ വൈസ് ചാൻസലറേയും കണ്ട് ഇങ്ങനെ നെടുങ്കണ്ടത്തൊരു നഴ്സിംഗ് കോളേജ് ഇറങ്ങണമെന്ന് പറഞ്ഞു. അതിന് സർട്ടിഫിക്കറ്റും സൗകര്യമാണ്, ഒത്തിരി ആയിരക്കണക്കിന് സ്റ്റഡി വേണം, പിന്നെ ഈ ക്ലാസ്സുകൾ, ലാബറട്ടറി എല്ലാ സൗകര്യം വേണമെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാം ശരി ആയിക്കോളാം. ഇവിടെ വന്ന് നമ്മൾ ആദ്യം നമ്മുടെ മരിയൻ ലോഡ്ജാണ് നോക്കി. ഇവിടെ ഒന്നും രജിസ്ട്രാർ നോക്കിയിട്ട് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് അന്ന് നമ്മുടെ മരിയ പാപ്പൻ ചേട്ടൻ്റെ ഹോട്ടൽ വിക്ടോറിയ ചുമ്മാ കള്ളുകുടിമാരൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞു കൂടുക. നല്ല പാപ്പൻ ചേട്ടനെ പാലായി പോയി കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് തൽക്കാലം വിട്ട് വേണം, പിന്നീട് ഞാൻ കെട്ടിടം ഉണ്ടാക്കിച്ചോളാം, അത് വരുമ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാം, പാപ്പൻ ചേട്ടൻ റെൻറ്റിന് തന്നു. ആ റെൻറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നഴ്സിംഗ് കോളേജ് ഇറങ്ങി 2 നില കൂടെ 2 നിലയായിരുന്നു. 2 നില കൊണ്ട് അഡീഷണൽ ആയിട്ട് പിടിച്ചിട്ടാണ് തികഞ്ഞ എല്ലാത്തും കൊണ്ട് ലൈബ്രറിക്കും എല്ലാത്തും കൊണ്ട് അത് പാപ്പച്ചനെ കൊണ്ട് കാശ് മുടക്കിച്ച് അത് ചെയ്തു. അങ്ങനെയാണ് നഴ്സിംഗ് കോളേജ് ഉറപ്പിച്ചത്. പോളിടെക്നിക്ക് ഇതിൻ്റെ അപേക്ഷ കൊടുക്കാൻ നേരത്തെ നമ്മുടെ എന്നോടൊപ്പം പട്ടമ്പളാക്ക ജോസഫ് വളരെ താല്പര്യമെടുത്ത് അന്ന് PA ജോസഫ് സാറിനെ കണ്ട് മെമ്മറാണ്ടം എഴുതുന്നതും പെറ്റീഷൻ എഴുതുന്നതൊക്കെ ഞങ്ങൾ പോയി കണ്ട് അങ്ങനെ പോളിടെക്നിക്ക് അനുവദിച്ചു.
1958 ആണ് ഞാൻ 50 പഠിക്കുന്നത്, മുണ്ടക്കയം CMS ഹൈസ്കൂളിൽ. ആ കാലഘട്ടത്തിൽ ഞാൻ ദീപിക ബാലസംഘത്തിൻ്റെ അംഗമായി. ദീപിക ബാലസംഘത്തിൻ്റെ അംഗമായി സഖ്യത്തിൻ്റെ ആവശ്യത്തിന് കോട്ടയത്ത് പോവും, ദീപികയിൽ പോവും. ദീപികയിൽ ആബലച്ചൻ, നമ്മുടെ കലാകാരന്, പിന്നെ ഫാദർ ആബേലച്ചൻ ആണെന്ന് കൊച്ചേട്ടൻ. അന്ന് കൊച്ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ പിടിച്ച് ഹൈ റേഞ്ച് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാക്കി, യൂണിയനത്തിൻ്റെ. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യം ഇറങ്ങുന്നത് ദീപിക മത്സരമൊക്കെ ആയിട്ടാണ്. മുണ്ടിയരുമേലായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അവിടെ ഒരു ചെറിയ കെട്ടിടത്തിലാണ്, സൗകര്യമില്ലായിരുന്നു. ഇവിടെ സമ്മർദ്ദം എടുത്തിട്ട് സർക്കാരിൻ്റെ സ്ഥലം വാങ്ങിക്കാൻ ഞാനും കൂടെ കൂടി ആലോചിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പണിതതും മുണ്ടിയരുമെന്നൊരു പോലീസ് സ്റ്റേഷൻ മാറ്റിയതും. അതുപോലെ തന്നെ AE ഓഫീസ്, അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, മുണ്ടിയരുമ LP സ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂമിലായിരുന്നു ഈ AE ഓഫീസ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർക്കും സൗകര്യം അസൗകര്യം, അധ്യാപകർക്ക്, സ്കൂളിലും അധ്യാപകരെല്ലാം വന്നു. അത് മാറ്റാനോട്ട് ആളുകൾ സമ്മതിക്കത്തില്ല, നാട്ടുകാർ സമ്മതിക്കത്തില്ല. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് AE ആയിട്ടും മൂർത്തി സാർ എന്ന് പറഞ്ഞ അന്നത്തെ സൂപ്രണ്ട് അങ്ങനെ ആലോചിച്ച്, അങ്ങനെയാണ് AE ഓഫീസ് നെടുങ്കണ്ടത്ത് വന്ന്. അതിപ്പം സ്വന്തം കെട്ടിടത്തിലൊക്കെ ഫങ്ഷൻ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചോറ്റുപാറയ്ക്കൊരു പ്രപ്പോസൽ വന്നു. അന്ന് അവിടെ കെട്ടിടമൊന്നുമില്ല. എന്നിട്ട് ഡോക്ടറേയും പോസ്റ്റ് ചെയ്തു. അവിടെ മാത്യു സാറെന്ന് പറഞ്ഞ ഒരാളെ പോസ്റ്റ് ചെയ്തു. മാത്യു സാറ് അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്നു. തോന്നുന്നു സാറേ എങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അവിടുത്തെ നാട്ടുകാരെ എല്ലാം കൂടെ പങ്കെടുപ്പിക്കാം, ഞാനും വരാം, ഞങ്ങളെല്ലാം കൂടി നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഫണ്ട് കളക്ട് ചെയ്ത്, അല്ലാതെ വേറെ ആരും ഇതിനാരും കാശ് തരാനൊന്നുമില്ലല്ലോ, സർക്കാരൊന്നും തരികയല്ലോ. അങ്ങനെ ഞങ്ങൾ മാത്യു സാർ കൺവീനറായിട്ടും ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. 1968 ഞാൻ വിവാഹം ചെയ്യുന്നത്. പഞ്ചായത്ത് സ്കൂളിലെ അധ്യാപികയായിരുന്ന ശോശാമ്മ എന്ന് വിളിക്കുന്ന ആളിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് 2 പിള്ളേരാണുള്ളത്, ഒരു മോളും ഒരു മോനും. മോള് ഫാർമസിസ്റ്റാണ്. അവർ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. പിന്നെ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഒരു പാസ്റ്റർ കൗൺസിൽ മെമ്പറും പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറും ഒക്കെയാണ്. അവിടുത്തെ തങ്കമണിയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മോന് 10-12 കൊല്ലമായിട്ട് അമേരിക്കയിൽ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അവനും ഭാര്യയും ടീച്ചേഴ്സാണ്. 2 പിള്ളേരാണ് അവർക്കുള്ളത്. ഞാൻ നെടുങ്കണ്ടത്ത് വരുമ്പോൾ നെടുങ്കണ്ടം പള്ളി അന്ന് പുല്ലുമേഞ്ഞ കാട്ടുകമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിലായിരുന്നു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കക്കുഴി അച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളിപണി ആരംഭിച്ചു. അതിൻ്റെ അകത്ത് ഞങ്ങൾ കമ്മിറ്റിക്കാർ ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് അങ്ങനെ ഒന്ന് പ്രവർത്തിച്ചു. ആ പള്ളിപ്പണിയുടെ കാര്യത്ത്, വെഞ്ചിരിപ്പിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ ആത്മാർത്ഥമായി നിൽക്കുകയും മൈക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു അന്ന് പള്ളിപ്പണി. നെടുങ്കണ്ടം പള്ളിയുടെ വെഞ്ചിരിപ്പും എല്ലാം കഴിഞ്ഞ് പ്രവർത്തനം കഴിഞ്ഞ് 1985 കാലഘട്ടത്തിലാകുമ്പോൾ പിന്നെ കോതമംഗലത്ത് നിന്ന് പുന്നക്കോട്ട് പിതാവ് വരുമ്പോൾ ഞാൻ കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ പെരുമാറ്റം കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നോട് വലിയ കാര്യമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നെ പറഞ്ഞു, നിത്യ കൈക്കാരനാണ് പുള്ളി വിളിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം എന്നെ പറഞ്ഞു, നമുക്ക് പാറത്തോട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പാറത്തോട്ടിൽ പോയി സ്ഥലം അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നവരാരുമില്ല. കാരണം അവിടെ കാത്തലിക്സ് ഇല്ലധികം, തമിഴ്ക്കാരാണ് കൂടുതൽ. ഒടുവിൽ ഒരു നല്ല സ്ഥലം, ഒരു 1.25 ഏക്കർ സ്ഥലം സൗകര്യം, ഇപ്പം പള്ളി ഇരിക്കുന്ന സ്ഥലം സൗകര്യമായ പ്രധാനമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ പള്ളി അത് വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തു. നെടുങ്കണ്ടം പള്ളിയിലെ കൈക്കാരനായിരുന്ന സമയത്ത് ഒരു ദിവസം പിന്നെ ആനിക്കുഴിക്കാട്ട് പിതാവ് നെടുങ്കണ്ടത്ത് വന്നു. നെടുങ്കണ്ടത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആനിക്കുഴിക്കാട്ട് പിതാവ് എന്നോട് ചോദിച്ചു, കൈക്കാരൻ ചേട്ടാ, നമുക്ക്
ചേമ്പളത്തൊരു പള്ളി ഉണ്ടാക്കുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, അവിടെ പോവാം, പിതാവും കൂടെ പോരാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് പിതാവും ഞാനും വിചാരിച്ച വന്നിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെന്ന് നമ്മുടെ കാപ്പിയപ്പച്ചൻ്റെ കെട്ടിടത്തിൽ ഒരു മീറ്റിംഗ് കൂടി. ഞള്ളായിക്കുഞ്ഞൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഞള്ളായിക്കുഞ്ഞൻ്റെ പറഞ്ഞു, കുഞ്ഞേട്ടാ, അപ്പച്ചൻ്റെ ഈ കെട്ടിടവും മറ്റു സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ കുഞ്ഞേട്ടൻ ശ്രമിക്കുക. നമുക്ക് പതുക്കെ അങ്ങ് തുടങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞേട്ടൻ അങ്ങ് സമ്മതിച്ചു. അത് അങ്ങനെയാണ് ആ ചേമ്പളം പള്ളി തുടങ്ങുന്നത്. പിന്നെ യേശുപിതാവിൻ്റെ നാമത്തിലാണ് ആ പള്ളി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, കുഞ്ഞേട്ടൻ പറഞ്ഞു, കുഞ്ഞേട്ടൻ്റെ പേരിലുള്ള വിശുദ്ധൻ്റെ നാമത്തിൽ നമുക്ക് പള്ളി തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞേട്ടനെ അങ്ങനെയാണ് ചേമ്പളം പള്ളിയുടെ ആരംഭം. പൊതുവെ നെടുങ്കണ്ടത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആരംഭകാലം മുതൽ, നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം മുതൽ ഏറ്റവും സജീവമായി നിന്ന് പ്രവർത്തിച്ച വളരെ ചുരുക്കം വ്യക്തികളിൽ പ്രധാനിയാണ് AJ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഡോക്ടർ അപ്പച്ചൻ. നെടുങ്കണ്ടം പഞ്ചായത്ത് രൂപീകരിക്കുന്നു, അതിനു മുമ്പ് ഇടുക്കി ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. ആ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ അന്ന് ഞാനൊക്കെ തീരെ യൂത്ത് കോൺഗ്രസ് ലെവലിൽ നിൽക്കുന്ന പിള്ളേർ സെറ്റായിരുന്നു. അതിനുവേണ്ടിയൊക്കെ ആളുകളെ സംഘടിപ്പിച്ച് അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സമരം നടത്താൻ വേണ്ടി അതിനുള്ള ഒരു വലിയ ശ്രമം നടത്തി. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു ഭാഗമാണ് നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ വികസനം, പഞ്ചായത്തിൻ്റെ രൂപീകരണം, നെടുങ്കണ്ടത്തെ പോലീസ് സ്റ്റേഷൻ്റെ മുണ്ടീർമയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറുന്നത്, പിന്നെ താലൂക്ക് ആശുപത്രി, അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഇവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരു നിസ്തുലമായ സേവനം നടത്തിയ ഒരാളാണ് AJ ഫ്രാൻസിസ്. നെടുങ്കണ്ടം സർവീസ് ബാങ്ക്, മലനാട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്, പിന്നെ ഹൗസിംഗ് സൊസൈറ്റി. ഇപ്പം നമ്മൾ ഈ നേരെ ചെറിയ ഇരിക്കുന്ന പിന്നീടാണത് പാൽ സൊസൈറ്റി, അപ്കോഴ്സ് അതിൻ്റെ ചീഫ് പ്രൊമോട്ടറും അന്ന് അപ്പച്ചറിഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ വരുമ്പോൾ ഹൗസിംഗ് സൊസൈറ്റി, അറോം ബാങ്കിൻ്റെ ഒക്കെ പിന്നീട് വേറെ ടീമാണ് നോക്കിയത്, പുള്ളിയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട മലനാട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്, നെടുങ്കണ്ടം സർവീസ് ബാങ്ക്, ഹൗസിംഗ്, നെടുങ്കണ്ടം അപ്കോഴ്സ്, ഇതിൻ്റെ എല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ സാറാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അച്ഛൻ ഇങ്ങനെ പൊതുപ്രവർത്തകനാണ്. പിന്നെ കാര്യം പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ ഇതിനു മുമ്പൊക്കെ രാവിലെ പോയ രാത്രിയിലൊക്കെ ആയിരുന്നു. പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ മുടക്കം വന്നിട്ടില്ല. അങ്ങനെ അമ്മയ്ക്കും അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ അച്ഛൻ വലിയ സ്വീകാര്യനാണ്. ഏത് കാര്യത്തിലും അച്ഛനുണ്ടല്ലോ മുൻപന്തിയിൽ. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു നല്ലൊരു മാതൃകയാണ്.